பழனிசாமி கவுண்டர் எனக்கு மாமா என் குண்டிக்குள்ள வெடிகுண்டு பெற்றிருக்கீங்க. ഒരു ചലഞ്ചിൽ പങ്കെടുത്തായിരുന്നു കേട്ടോ. എന്തായാലും ദേവോ മലയാളം ചെയ്തു. ഇതിലൊരു ദിവസം സാഹചര്യത്താൽ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് ഫ്രണ്ട്സ്. മോർണിംഗ് റൊട്ടീൻ തന്നെ പറയാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ 5:57 എണീറ്റു. കറക്റ്റ് ടൈം ഞാൻ നോക്കി 5:57 എണീറ്റു. ഇത് മൺഡേ എക്സാം ആണ്. ഇപ്പൊ ട്യൂസ്ഡേ ആണ്. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ എക്സാം. പീരിയോഡിക് ടെസ്റ്റ് 1 ഓർമ്മല്ല ഫ്രണ്ട്സ്. എന്തോ ഈ കോഴിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഗൈസ്. 3 മണിയാകുമ്പോൾ തന്നെ തുടങ്ങും. അപ്പം ഞാൻ പഠിക്കട്ടെ മലയാളം. ഞാൻ മലയാളം ലക്ഷ്മണ സാന്ത്വനം ചാപ്റ്ററാണ് പഠിക്കാൻ പോണത്. ഈ പദ്യം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. മറ്റൊരു ലൈനിലെ ചക്ഷുശ്രവണ കളസ്തമം ദർത്തുരം ഇടയ്ക്കിടയ്ക്ക് പപ്പ പറയുന്ന ഡയലോഗാണ്. അപ്പം അത് ഈ ചാപ്റ്ററിലാണ്. ഞാൻ പപ്പ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പം ഞാൻ പറയും എന്താ അത് ഒരു വാക്കാണ് പറയുക. പിന്നെ ഒരു ക്വസ്റ്റ്യനുണ്ട്. ചക്ഷുശ്രവണം കളസ്തമം ദർത്തുരം എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം എന്ത്? വരികൾ വിശകലനം ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് ഫ്രണ്ട്സ്. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണോ ഫസ്റ്റ്, അതോ ഗ്രാമർ പഠിക്കണോ? സത്യം അസാധ്യം, ദൃശ്യം അദൃശ്യം, സത്യം അസത്യം, അർത്ഥം അനർത്ഥം, ഇതൊക്കെ എന്താ ശരി മാത്രമേ വരുന്നുള്ളൂ. മണ്ണ്, വിണ്ണ്, മോഹം, മോഹഭംഗം, ശത്രു, മിത്രം, ഫ്രണ്ട്സ്, ഞാനിവിടെ ദേവുനും ദിയയ്ക്കും ലഞ്ചിനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങാ ചമ്മന്തി. അപ്പം ഇന്ന് ചോറിന് ചമ്മന്തിയാണ് കറി. பழனிசாமி கவுண்டர் எனக்கு மாமா என் குண்டிக்குள்ள வெடிகுண்டு பெற்றிருக்கீங்க. ഇരുന്ന് കഴിഞ്ഞോ? സമയം എത്രയായി? ഗൈസ്, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞത് മലയാളം ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ ആകെ 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നതാ ഇത്രയുണ്ട്, രണ്ടാമത്തേത് ഇതാ ഇത്രയുണ്ട്, മൂന്നാമത്തത് കുറച്ചുള്ളൂ, ഒരു പേജ് ഉണ്ട്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. 4 ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടല്. ഞാൻ പഠിച്ചോളൂ. ഇനിയും പഠിക്കണോ? അപ്പോൾ 4 ക്വസ്റ്റ്യൻ ചോദിക്കണല്ലോ, 2 അല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കണം. അത്രയും പഠിച്ചു. ലക്ക് ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചല്ലേ ഇതിലൊന്ന് ചോദിക്കുള്ളൂ. ലക്ക് ഉണ്ടാവാൻ വഴിയില്ല. ലാസ്റ്റ് പഠിക്കാത്ത ക്വസ്റ്റ്യൻ ഇത് പറയോ ഇത് പഠിച്ചില്ല, മറ്റേ 2 പഠിച്ചില്ല. ദേവ ഒരു ചലഞ്ചിൽ പങ്കെടുത്തായിരുന്നു കേട്ടോ. എന്തായാലും ദേവോ 5:30 എണീറ്റിട്ട് 7 മണി, എത്ര മണി വരെ? 5:45. 6 മണിക്ക് പഠിക്കാൻ തുടങ്ങും. 6 മണി ടു 7 മണിയോ 7:30 വരെ. അതില് ഞാൻ കൊറേ ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്ത ഞാൻ തെറ്റിട്ട് വെച്ചിട്ടുണ്ട്. 9 ദിവസം 8 ദിവസം ചെയ്തു, 7 ദിവസം ചെയ്തു. ഇതിലൊരു ദിവസം സാഹചര്യത്താൽ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. 1, 2, 3 ദിവസം കറക്റ്റ് ആയിട്ട് ചെയ്തു. പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയത്. ഇത് ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് ടൈം ടേബിള്. 6 to 6:10 ഇതില്ല. 6 മണി ടു 7:25 വരെ മെയിൻ സബ്ജക്റ്റ് സയൻസ്, അതൊക്കെ പഠിക്കുക. പിന്നെ 7:25 to 8 മണി സോഷ്യല്, മലയാളം, അങ്ങനെ എന്തെങ്കിലും പഠിക്കുക. 8:30 to വൈകുന്നേരത്തെ കാര്യം 8:30 to 8:35 5 മിനിറ്റ് ബ്രേക്ക് കിട്ടോ.
8:35 to 9:20 സയൻസ്, അങ്ങനത്തെ മാത്സ്, സോഷ്യല്, അങ്ങനത്തെ പഠിക്കാനും. പക്ഷെ ഞാനങ്ങനെ സബ്ജക്റ്റ് ഒന്നും അതെ അതിൻ്റെ ഓർഡറിലല്ല പോകല്. പിന്നെ 9:20 to 10 മണി എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. പക്ഷെ ഇന്നലെ എനിക്ക് എഴുതാനുണ്ടായതുകൊണ്ട് ഞാൻ 10:30 വരെ ഇരുന്നു, 6 മണി മുതൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട്, ഇടയ്ക്ക് 2-3 വട്ടം. ഇത് കറക്റ്റായിട്ട് പോയത് 3 ദിവസമാണ്. പിന്നൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇടയ്ക്ക് ഇതിൻ്റെ ടൈം ടേബിളിനനുസരിച്ച് അല്ലാതെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് ദിയ മോളെ പോയി വിളിക്കാം. വാവേ, എനിക്ക് മാനിന്റെ പുറത്താണോ കുഞ്ഞു കിടക്കുന്നത്? ഇതാ മാനുകള്, മാനുകളുണ്ടല്ലോ. ഫ്രണ്ട്സ്, ഞാൻ വേറൊരാളെ കാണിച്ചു തരാവേ. വാലാട്ടി, ഇതാരാ? വാലാട്ടിയാണോ? വാലാട്ടിയുടെ എനിക്ക് മോളെ എണീറ്റേ. നടത്തൊക്കെ കഴിഞ്ഞ് ഡാഡിക്കുള് വന്നു കേട്ടോ. ഡാഡി ഞാൻ വരുമ്പോ തന്നെ നിക്കിങ് ഇന്നലെ കാലിൽ 2 കടിയൊക്കെ കടിച്ചോ. മഴ കാലയില് കടിക്കൂലേ? ദിയമോക്ക് എണീക്കാനുള്ള അലാറമായി. ദിയമോളെ എണീക്കുന്ന സമയം കേട്ടോ അത്. വാവേ, സ്കൂളില്ലാത്തന്ന് ദിയമോളെ വിളിക്കണ്ട കേട്ടോ. ദിയമോള് തന്നെ എണീക്കും, ആരും വിളിക്കേണ്ട ആവശ്യമില്ല. അമ്മ ഞാൻ ഇന്ന് നേരത്തെ എണീറ്റു എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, ട്യൂഷന് എന്നുമില്ല. ട്യൂഷൻ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേയും മാത്രമേ ഉള്ളൂ. സാറ്റർഡേ സൺഡേയും കെമിസ്ട്രിയും ഫിസിക്സും ഉണ്ടാവും തോന്നണേ. പിന്നെ മാത്സ് വൈകുന്നേരം ഉണ്ടാവും. 3 സബ്ജക്റ്റ് ഞാൻ ട്യൂഷന് പോകുന്നുള്ളൂ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും. വേറെ ഒന്നിനും ഞാൻ എന്നുമില്ല കേട്ടോ. എന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ 2 പിള്ളേരേ ഉള്ളൂ, ദേവന്റെ ഫ്രണ്ടും മാത്രമേ ഉള്ളൂ ട്യൂഷന്. നമ്മുടെ ഈ പൂക്കോട്ടുംപാടത്തുള്ള ഏതെങ്കിലും കുട്ടികൾക്ക് ട്യൂഷന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, CBSE കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. A+ലാണ് ഇവർ പോകുന്നത്. 10ാം ക്ലാസ്സിലാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പൂക്കോട്ടുംപാടത്ത് A+ന് മാത്രമേ CBSE ഉള്ളൂ. അവിടെ മാത്രമേ CBSE ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ പലർക്കും അറിയില്ല ട്യൂഷൻ എവിടെയാ ഉള്ളേ എന്നുള്ളത്. എങ്ങനെയോ സമയം ഇത്രയാക്കി. പഠിച്ചോ? പഠിക്കാത്ത ക്വസ്റ്റ്യൻ പഠിച്ചോ? അതാണ് നമ്മൾ പലതും ടഫാന്ന് വിചാരിക്കുന്നത് പലതും സിമ്പിളായിരിക്കും, പലതും സിമ്പിളാന്ന് വിചാരിക്കുന്നത് പലതും ടഫായിരിക്കും. കൊള്ളാലോ. ഞാൻ കുളിച്ചോ കുഞ്ഞു? പോയിട്ട് ചൂടുവെള്ളമായി, ചോറായി. ഇതിൽ സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഞാൻ കാണിച്ചു തരാം. സാമ്പാറ്, പക്ഷെ ഇന്ന് 2 ഒഴിച്ചു കറി ഉണ്ട്. സാമ്പാറും ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഇന്ന് ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മാംഗോ ചമ്മന്തി. തല കുളിച്ചില്ലേ? തല കുളിച്ചില്ല ഗൈസ്. ഞാൻ മുടി കെട്ടാണ്. ഒറ്റയ്ക്കാണ് കേട്ടോ ദേവം മുടി കെട്ടാണ്. പണ്ടൊക്കെ അമ്മ കെട്ടിത്തരാതെ ശരിയാവൂലായിരുന്നു ഫ്രണ്ട്സ്. ഇപ്പം പഠിച്ചു. ശരിയായിട്ടൊന്നുമില്ല. പക്ഷെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ഒരുമാതിരിയാണ്, റെഡി ആവൂല.
അമ്പഴങ്ങ കഴിക്കുകയാണ്. ദിയമോളെ ട്യൂഷൻ മിസ് കൊണ്ടു തന്നതാണ് കേട്ടോ. മിസ്സിന്റെ വീട്ടിൽ നിന്ന് അവിടെ ഒരു ടിന്നിൽ കൊണ്ടു തന്നിട്ടുണ്ട്. കുരുല്ല. ഉണ്ടാക്കിയില്ലേ വെക്ക കഷ്ണം എടുക്ക. എരിവുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക്. ചമ്മന്തിക്ക് വരുമുണ്ട്. റെഡിയായോ? അപ്പൊ ഫ്രണ്ട്സ് ഞാൻ റെഡിയായി. എനിക്ക് ID കാർഡും ടൈയും ഇട്ടാൽ മതി. ഞാൻ ID കാർഡും ടൈം തരട്ടെ. ടൈം തരാനില്ല. ടൈം എൻ്റെ ബാഗിലുണ്ട്. ID കാർഡ് തരണം. നമുക്ക് തരാൻ നല്ല മഴ വരുന്നുണ്ടല്ലേ, ഇരുണ്ട് മൂടി നിക്കണം അല്ലേ? ഭയങ്കര ഇരുട്ടില്ലേ? ഒരു പക്ഷെ ഫോണിലുള്ള വിളിച്ചല്ലേ, പക്ഷെ നല്ല ഇരുട്ടുണ്ട്. ബാ ID ID കാർഡ് കിട്ടി. ഓക്കെ വരൂ കഴിക്കാം. ബോക്സിൽ എന്തൊക്കെയുള്ളത് കാണിച്ചില്ലല്ലോ. ചമ്മന്തി ചിക്കൻ കറിയല്ലേ ഉള്ളൂ, സാമ്പാർ എടുത്തില്ല. വെള്ളം എടുത്തോ? വെള്ളം എടുക്കണം. ഇരിക്കുക മോളിരിക്കും. ഞാൻ ഇത്രയും ഇവർ പോവാൻ ഇറങ്ങിട്ടോ. മഴയാണ്. അങ്ങനെ കാറിനാണോ പോണേ? നോട്ടെ കയ്യിന്റെ പേരിൽ നഖം നോക്കട്ടെ. നഖം വെട്ടാനായിട്ടുണ്ടോ? വെട്ടണോ? വാവേ സ്നാക്സ് ഇല്ലല്ലേ? സ്നാക്സ് എടുത്തില്ലല്ലോ. എനിക്ക് വിശപ്പുണ്ടായിരുന്നു. ആണോ? ഇന്നല്ലേ ഞങ്ങളെ കാര്യോ ഞങ്ങൾക്ക് സ്നാക്സ് ഇല്ല. നിയമൊക്കെ ഇന്നലെ വിശന്നായിരുന്നു. സ്നാക്സ് ഇല്ലാഞ്ഞിട്ട് ഗുഡ് ഡേ വാങ്ങിയൊരു പാക്കറ്റ് ബാഗിൽ വെച്ചാൽ ആണോ? ചെറിയ ഗുഡ് ഡേ ഉണ്ടാവുമല്ലോ, ബോണസ് മാച്ച്. ID കാർഡ് എന്താ അറിയാം കിട്ടാത്തത്. ക്ലാസ് ഒന്നുകൂടെ സഫർ ചെയ്തു. ആണോ? വൈൻഡപ്പ് എടുത്തോ? മോർണിംഗ് വ്ളോഗ് ഇരുന്നില്ലേ ഫ്രണ്ട്സ്? അപ്പം ഇത്രയുള്ള നമ്മുടെ മോർണിംഗ് വ്ളോഗ്. ഇത് മോർണിംഗ് റൊട്ടീനും ആണ് കേട്ടോ. ഇത് തന്നെയാണ് എല്ലാ ദിവസവും നടക്കല്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ.